മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് കൊല്ലത്ത് നിന്നാണ്. മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു. ഇരവിപുരം സ്വദേശി അരുണാണ് മരിച്ചത്. ശരവണനഗർ വീട്ടിൽ പ്രസാദ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. അരുൺരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ കൊല്ലത്തുനിന്നും. അരുൺരാജ്, എന്താണ് ഉണ്ടായത്? ഈ മകളുടെ ആൺ സുഹൃത്തിനെയാണ് ഈ പ്രസാദ് എന്ന് പറയുന്നയാൾ കുത്തിക്കൊലപ്പെടുത്തിയത്. അത് ആസൂത്രിതമായിരുന്നോ? എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ പ്രവിത, കൊല്ലം ഇരവിപുരം കരിവയിൽ തോട്ടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അരുൺ എന്ന 19-കാരനെയാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ഇരവിപുരം വടക്കുംഭാഗം സ്വദേശി പ്രസാദാണ് ഈ അരുണിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പോലീസിന് മുമ്പിൽ ഈ പ്രസാദ് കീഴടങ്ങുകയായിരുന്നു. അരുൺ പ്രസാദിന്റെ മകളെ പലപ്പോഴായി ശല്യം ചെയ്തു. അരുണിന്റെ ശല്യം സഹിക്കവയ്യാതെ മകളെ പ്രസാദ് മറ്റൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് നിർത്തി പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രസാദിന്റെ മകൾ ഇരവിപുരത്ത് എത്തുകയും അരുണ് ഇത് സമയത്ത് വഴിയിൽ തടഞ്ഞു നിർത്തി പ്രസാദിന്റെ മകളെ മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദന ദൃശ്യം മൊബൈൽ പകർത്തുകയും പ്രസാദിന് അയച്ചു നൽകുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ പ്രസാദാണ് ഇന്ന് അരുണിനെ തന്ത്രപൂർവ്വം ബന്ധുവിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. പിന്നീട് മർദ്ദനത്തിൽ ഉണ്ടാവുകയായിരുന്നു. ഈ മർദ്ദനമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതകത്തിന് ശേഷം പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പ്രസാദിന്റെ ഭാര്യ വിദേശത്താണ്. മകളെ പ്രസാദാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ ബന്ധു വീട്ടിലേക്ക് മകളെ മാറ്റുകയും ചെയ്യുന്നത്. തന്റെ മകൾക്ക് മർദ്ദനമേറ്റതും ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതും ഈ അരുൺ തന്നെ ഈ ദൃശ്യങ്ങൾ തനിക്ക് അയച്ചു തന്നതിലുമാണ് വൈരാഗ്യത്തെ തുടർന്നാണ് താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ പ്രസാദ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ശരി.